രാജസ്ഥാൻ നിയമസഭയ്ക്കുള്ളിൽ ക്യാമറകൾ നിറയ്ക്കുകയാണ് ഭരണകക്ഷിയായ ബി. അതിൻ്റെ കാരണങ്ങളായി പല വ്യാഖ്യാനങ്ങളും പുറത്തു വരുന്നുണ്ടെങ്കിലും ചുരുക്കത്തിൽ ഒരൊറ്റ ഉത്തരം മാത്രമാണ്: ബി.ജെ.പിക്കും സർക്കാരിനുമുള്ള ഭയം മാത്രം. ഒരു തരം ചാരവൃത്തിയാണ് ഇത് എന്ന് പറയേണ്ടി വരും. പ്രതിപക്ഷത്ത് നിന്നുള്ളവരുടെ സ്വകാര്യ സംഭാഷണങ്ങൾ പോലും നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു നീക്കമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതുപ്രകാരം ആ വിഷയം ഉയർത്തിപ്പിടിച്ച് നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷ MLA-മാർ വൻ പ്രതിഷേധം അഴിച്ചുവിടുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ബി.ജെ.പിയുടെ വിമത നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വസുന്ധര രാജെ സിന്ധ്യയെ പേടിച്ചിട്ടാണ് ബി.ജെ.പി ഈ പണി ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. രാജസ്ഥാൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ ടിക്കാറാം ജൂലി പറയുന്നത് പ്രകാരം രാജസ്ഥാൻ സർക്കാർ വലിയ പരാജയ ഭീതിയിൽ നിൽക്കുകയാണ്. പ്രതിപക്ഷ MLA-മാരുടെ ഭാഗത്താണ് ക്യാമറകൾ സ്ഥാപിക്കുന്നതെന്നും ഇത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും വ്യക്തമാക്കിയ ജൂലി, ബി.ജെ.പി സർക്കാരിനെ മറ്റൊരു അപകടമാണ് ഇപ്പോൾ കാത്തുനിൽക്കുന്നത് എന്നും അത് ബി.ജെ.പിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജെ MLA നിരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്നുള്ള സത്യവും വെളിപ്പെടുത്തിയിരിക്കുന്നു. 2 ദിവസങ്ങൾക്ക് മുൻപ് വസുന്ധര രാജെ നിയമസഭയിലെത്തിയപ്പോൾ ആരൊക്കെയോ വന്ന് അവരെ സന്ദർശിച്ചു എന്ന കാര്യം നിരീക്ഷിച്ചുകൊണ്ടാണ് ബി.ജെ.പി ക്യാമറകൾ സജീവമാക്കിയത്. അതിനുശേഷമാണ് ഈ ക്യാമറ പിടിപ്പിക്കുന്നതിൽ വേഗത കൂടിയത്. കാരണം വസുന്ധര ബി.ജെ.പിയിൽ വലിയ വിമത പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ബി.ജെ.പി അധികാരത്തിലെത്തിയതോടെ ഭരണത്തകർച്ച ഉണ്ടായി എന്ന കാര്യം ഉറപ്പിച്ചതോടെ ഏത് സമയവും വലിയൊരു പണി ബി.ജെ.പിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന കണക്കുകൂട്ടലിലാണ് അവരുടെ നേതൃത്വം തന്നെ. നിയമസഭാ നടപടികളുടെ കാര്യത്തിലല്ല, മറിച്ച് പ്രതിപക്ഷത്തെ ക്യാമറ വെച്ച് നിരീക്ഷിക്കുന്ന കാര്യത്തിലാണ് സർക്കാർ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇത് ജനാധിപത്യത്തിന് അപകടകരമാണെന്നുള്ളതാണ് യഥാർത്ഥ വസ്തുതയെങ്കിലും രാജസ്ഥാൻ നിയമസഭയിൽ ബി.ജെ.പിയുടെ അവസ്ഥ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതായത് ഈ രാജ്യത്ത് ബി.ജെ.പിയോടൊപ്പം തന്നെ തഴക്കവും പഴക്കവും ചെന്ന നേതാവാണ് വസുന്ധര രാജെ സിന്ധ്യ. ഒരുപക്ഷെ ഇന്ന് പ്രധാനമന്ത്രിയായിരിക്കാൻ ഏറ്റവും യോഗ്യതയുള്ള നേതാവ്. അദ്വാനിക്കും വാജ്പേയിക്കും ഒപ്പം പ്രവർത്തിച്ചവർ. ഇതിനു മുൻപ് രാജസ്ഥാനിൽ മുഖ്യമന്ത്രിയുമായിരുന്നു വസുന്ധര. ഇത്തവണയും ആ മുഖ്യമന്ത്രിയാകണം എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് അവർ മത്സരിച്ച് MLA ആയത്. എന്നാൽ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ബി.ജെ.പി നേതൃത്വത്തിൽ വന്നതിന് ശേഷം വസുന്ധരയെ തല പൊക്കാൻ അവർ അനുവദിക്കുന്നില്ല. ഇന്ന് രാജ്യത്തെ പ്രധാന സ്ഥാനത്തിരിക്കേണ്ടിയിരുന്ന ഒരു വനിതാ നേതാവിനെ ഇങ്ങനെ തരം താഴ്ത്തിയതിൽ വലിയ നീരസവും വേദനയും അവർക്കും അവരുടെ കൂടെ നിൽക്കുന്നവർക്കുമുണ്ട്. ഗ്വാളിയോർ രാജകുടുംബാംഗമായ അവർ മുൻ കേന്ദ്രമന്ത്രിയായ മാധവറാവു സിന്ധ്യയുടെ സഹോദരിയും അതുപോലെ വലിയൊരു പ്രവർത്തക സമൂഹത്തിൻ്റെ കണ്ണിലുണ്ണിയുമായ നേതാവുമാണ്. 70 വയസ്സിൽ രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പിച്ചപ്പോഴാണ് നരേന്ദ്രമോദിയുടെ സംഘം അവരെ തട്ടിമാറ്റി വെട്ടിമാറ്റി ഭജൻലാൽ ശർമ്മ എന്ന നവാഗത നേതാവിനെ മുഖ്യമന്ത്രിയാക്കിയത്. അവരെ ഒന്ന് തരം താഴ്ത്തി ഇരുത്താൻ വേണ്ടി തന്നെയാണ്. എന്നാൽ ഇപ്പോൾ 72 വയസ്സായി. ഇനിയൊരു പ്രതീക്ഷ അവർക്ക് നേതൃത്വത്തിൽ നിന്നും ഇല്ല. അതുകൊണ്ട് MLA-മാരെയും അവരുടെ കൂടെ നിൽക്കുന്ന വലിയൊരു കൂട്ടം MLA-മാരെയും കൂട്ടി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കി തുടങ്ങി എന്നുള്ളതിൻ്റെ വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ അവർ കോൺഗ്രസുമായി നടത്തുന്ന നീക്കങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സംസാരങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഈ ക്യാമറകൾ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോഴും അല്ലെങ്കിൽ എപ്പോഴും ഒരു 50ഓളം വരുന്ന MLA-മാർ വസുന്ധരയ്ക്കൊപ്പം തന്നെ രാജസ്ഥാനിൽ ഉണ്ട് എന്നാണ് ബി.ജെ.പി തന്നെ വിശ്വസിക്കുന്നത്. അതായത് 200 അംഗ രാജസ്ഥാൻ നിയമസഭയിൽ ബി.ജെ.പിക്ക് 118 സീറ്റുകളാണുള്ളത്. ഭരിക്കാൻ 101 സീറ്റുകളാണ് വേണ്ടത് എന്നിരിക്കെ 20 MLA-മാരെങ്കിലും മാറിയാൽ തന്നെ സർക്കാർ വീഴും. അത് കോൺഗ്രസ് സഖ്യത്തിന് ഏകദേശം 80-നടുത്ത് സീറ്റുകൾ ഉള്ളപ്പോൾ അതിൻ്റെ സാധ്യതകളും ഏറുകയാണ്. ഏതെങ്കിലും തരത്തിൽ വസുന്ധര പാലം വലിച്ചാൽ രാജസ്ഥാനിൽ ബി.ജെ.പി സർക്കാർ നിലം പതിക്കും എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ക്യാമറ പ്രയോഗം എന്നതും വാർത്തകൾ പുറത്തു വരികയാണ്. അതായത് പ്രതിപക്ഷവും ബി.ജെ.പിയുടെ വിമതം എന്ന് പറയുന്ന വസുന്ധരയും തമ്മിലുള്ള ബന്ധവും അവരുടെ നീക്കവും നിരീക്ഷിക്കാനാണ് ഇപ്പോൾ അതിനൂതന ക്യാമറകൾ കൂട്ടത്തോടെ സ്ഥാപിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്.